ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ബിസിനസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ, അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേയുടെ ലാസ്റ്റ് പോർഷൻസിലോട്ടാണ്. അപ്പോൾ അതിനകത്ത് ക്ലാസിഫിക്കേഷനും ടാബുലേഷൻ അതുപോലെയുള്ള സിമ്പിൾ ഐഡിയാസാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്, ടാബുലേഷൻ എങ്ങനെയാണ്, അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ദി പ്രോസസ് ഓഫ് അറേഞ്ചിങ് ഡേറ്റ ഇൻ ഗ്രൂപ്പ്സ് ഓർ ക്ലാസ്സസ് അക്കോർഡിംഗ് ടു റിസംബ്ലൻസ് ആൻഡ് സിമിലാരിറ്റീസ് ഇൻ ടെക്നിക്കലി കോൾഡ് ക്ലാസിഫിക്കേഷൻ. അതായത് സിമിലാരിറ്റീസും റിസംബ്ലൻസും ഒക്കെ ഉള്ള, അതായത് ഒരുപോലെയുള്ള കാര്യങ്ങളെല്ലാം ഓരോ ഗ്രൂപ്പിലാക്കുക. അങ്ങനെ ഗ്രൂപ്പുകളായിട്ട് അറേഞ്ച് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണത് ക്ലാസിഫിക്കേഷൻ. അതിന് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ക്ലാസിഫിക്കേഷൻ ആസ് ദ പ്രോസസ് ഓഫ് അറേഞ്ചിങ് തിങ്സ് ഇൻ ഗ്രൂപ്പ്സ് ഓർ ക്ലാസ്സസ് അക്കോർഡിംഗ് ടു ദെയർ റിസംബ്ലൻസ് ആൻഡ് അഫിനിറ്റീസ് ആൻഡ് ഗിവിംഗ് എക്സ്പ്രഷൻ ടു ദ യൂണിറ്റ്സ് ഓഫ് ആട്രിബ്യൂട്ട്സ് ദാറ്റ് മേ സബ്സിസ്റ്റ് എമംഗ് എ ഡൈവേഴ്സിറ്റി ഓഫ് ഇൻഡിവിജ്വൽസ്. അതായത് പല ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ ഇടയിൽ സിമിലാരിറ്റീസ് ഉണ്ടെങ്കിൽ ആ സിമിലാരിറ്റീസിനെ എല്ലാം കൂടെ ഒരു ഗ്രൂപ്പാക്കി അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു ഡെഫിനിഷനും കൂടെ പറയുന്നുണ്ട്. ക്ലാസിഫിക്കേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് അറേഞ്ചിങ് ഡേറ്റ ഇൻ ടു സീക്വൻസ് ആൻഡ് ഗ്രൂപ്പ്സ് അക്കോർഡിംഗ് ടു ദെയർ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ സെപ്പറേറ്റിംഗ് ദം ഇൻ ടു ഡിഫറെൻറ്റ് ബട്ട് റിലേറ്റഡ് പാർട്സ്. അപ്പോൾ എല്ലാ ക്ലാസിഫിക്കേഷൻ്റെ ഡെഫിനിഷനിൽ പറയുന്നത് എന്താണ്? ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തരം തിരിക്കുക എന്നാണ് ക്ലാസിഫിക്കേഷൻ്റെ മീനിങ്. അതായത് കുറേ നമുക്ക് പലതരത്തിലുള്ള ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിനെയെല്ലാം ഏതെങ്കിലും സിമിലാരിറ്റിയുടെ ബേസിസിൽ ഓരോരോ ഗ്രൂപ്പുകളായിട്ട് അറേഞ്ച് ചെയ്യുന്നതിനെയാണത് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഫീച്ചേഴ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ റൂൾസ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റയുടെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അതിന് നമ്മൾ പാലിക്കേണ്ട റൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് ഫീച്ചർ എന്ന് പറയുന്നത് എക്സോസ്റ്റീവ്. ദ ക്ലാസിഫിക്കേഷൻ മസ്റ്റ് ബി എക്സോസ്റ്റീവ്. ഈച്ച് ഐറ്റം ഓഫ് ദ ഡേറ്റ കളക്റ്റഡ് മസ്റ്റ് ബി പ്രസന്റഡ് ഇൻ എനി വൺ ഓഫ് ദ ക്ലാസ്സസ്. എക്സോസ്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഫുള്ളായിട്ട് നമ്മൾ ഉപയോഗിക്കുക. അതായത് ഇപ്പോൾ നമുക്ക് 20 ഡേറ്റാസ് ആണ് പ്രൊവൈഡ് ചെയ്തത്. അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ പോകുമ്പോൾ ഫുൾ 20നെയും നമ്മൾ ക്ലാസിഫൈ ചെയ്യണം. 20 ഐറ്റംസും ഏതെങ്കിലുമൊക്കെ ഒരു ഗ്രൂപ്പിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കണം. 19 ഐറ്റത്തിനെ നമുക്ക് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നുണ്ട്, ഒരെണ്ണത്തിന് ഇല്ലെങ്കിൽ മിച്ചമായിട്ട് കിടക്കൂലേ. അങ്ങനെ ഗ്രൂപ്പിൽ പെടാത്തതായിട്ടൊന്നും വരാൻ പാടില്ല. നമ്മുടെ കയ്യിലുള്ള ഫുൾ ഡേറ്റാസിനെ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഗ്രൂപ്പുകളിലേക്ക്, ഒരേപോലെയുള്ള സിമിലാരിറ്റീസ് ഉള്ള ഗ്രൂപ്പുകളിലേക്ക് നമ്മൾ മാറ്റണം. അങ്ങനെയുള്ളത് ഫുള്ളായിട്ട് യൂസ് ചെയ്തെങ്കിൽ മാത്രം ഡേറ്റയെ ഫുള്ളായിട്ടും കംപ്ലീറ്റ്ലി ഏതെങ്കിലും ഗ്രൂപ്പുകളിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയെങ്കിൽ അതൊരു സക്സസ്ഫുൾ ക്ലാസിഫിക്കേഷൻ ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, ക്ലാസ്സിൽ 60 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവരെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുക ഗേൾസ് ആൻഡ് ബോയ്സ്. ഗേൾസിനെ ഫുള്ളായിട്ട് ഒരു ഗ്രൂപ്പിൽ, ബോയ്സിനെ ഫുള്ളായിട്ട്. 60 സ്റ്റുഡൻസിലും 20 ഗേൾസും ബാക്കി 40 ബോയ്സും ആണുള്ളെങ്കിൽ 40 പേരെയും 20 പേരെ. ഇപ്പോൾ ഒരാൾ മിച്ചമായിട്ടൊന്നും വരുന്നില്ലല്ലോ, ഫുൾ ആൾക്കാരെയും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അല്ലേ. അതേ തന്നെയാണ് പറഞ്ഞത്. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? എല്ലാവരെയും ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കണം. ഏതെങ്കിലുമൊക്കെ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താൻ സാധിക്കണം. അടുത്തത് എന്താണ് പറയുന്നത്? മ്യൂച്വലി എക്സ്ക്ലൂസീവ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് വെച്ചാൽ ഈച്ച് ഐറ്റം ഓഫ് ഡേറ്റ മസ്റ്റ് ബി പ്രസന്റഡ് ഇൻ വൺ ക്ലാസ് ഉള്ളി. നമ്മൾ ക്ലാസിഫൈ ചെയ്ത് കഴിയുമ്പോൾ 60 ഡേറ്റാസ് ഉണ്ടെങ്കിൽ ആ 60 ഡേറ്റാസിനെയും ഒരു ഡേറ്റ ഒരു ഗ്രൂപ്പിലേ വരാൻ പാടുള്ളൂ അല്ലേ. എല്ലായിടത്തും ഒരുപാട് സ്ഥലങ്ങളിൽ മോർ ദാൻ 1 ഗ്രൂപ്പുകളിൽ ഒരു ഡേറ്റ ഉണ്ടാകാനായിട്ട് പാടില്ല. അപ്പോൾ നമ്മൾ ഗേൾസ് ആൻഡ് ബോയ്സും ആയിട്ട് 60 സ്റ്റുഡൻസിനെ ക്ലാസിഫൈ ചെയ്തു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കുട്ടി 2 ഗ്രൂപ്പിനകത്ത് വരാൻ പാടുണ്ടോ? ഇല്ല, ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഒരാൾ വരാൻ പാടുള്ളൂ. അപ്പോൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പിൽ പെട്ടുപോയി കഴിഞ്ഞാൽ, ഗേൾസിന്റെ ഗ്രൂപ്പിനകത്ത് ആ സ്റ്റുഡൻറ് ഉണ്ടെങ്കിൽ അതിനർത്ഥം ബോയ്സിനകത്ത് പാടില്ല, ബോയ് അല്ല, ഗേൾ ആണത്. ഓക്കെ, അപ്പോൾ ഒരു ഗ്രൂപ്പിലെ ഒരു ഐറ്റം ഉണ്ടാകാൻ പാടുള്ളൂ. അടുത്തത് ഫ്ലെക്സിബിലിറ്റി. ക്ലാസിഫിക്കേഷൻ ഷുഡ് ബി ഫ്ലെക്സിബിൾ. ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇന്ന രീതിയിലെ ഗ്രൂപ്പുകളുടെ ഹെഡിങ് ഉണ്ടാവാൻ പാടുള്ളൂ അങ്ങനെയൊന്നും നമുക്കില്ല. എത്ര നമ്പേഴ്സേ പാടുള്ളൂ അങ്ങനെയൊന്നുമില്ല. കൂടുതൽ ആൾക്കാർ 60 പേരിലേക്ക് വരികയാണെങ്കിൽ അവരെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? വീണ്ടും ആഡ് ചെയ്യാനോ കുറയ്ക്കാനോ പറ്റും.
Homogeneity. The variables or data included in all classes should be homogeneous. Homogeneous എന്ന് വെച്ചാൽ നമ്മൾ പലതരത്തിലുള്ള ഡൈവേഴ്സിഫൈഡ് ഡേറ്റാസിനെ ഒരു സിമിലാരിറ്റീസിൻ്റെ എന്തിൻ്റെയെങ്കിലും ബേസിൽ തരംതിരിക്കുന്നു. അപ്പം തരംതിരിച്ച് മാറ്റിയ ഓരോ ഗ്രൂപ്പിലെ ഐറ്റംസിനും എന്തെങ്കിലും രീതിയിലൊരു സിമിലാരിറ്റി ഉണ്ടായിരിക്കണം. 60 സ്റ്റുഡൻസിനെ ഗേൾസ് ആൻഡ് ബോയ്സ് എന്ന് പറഞ്ഞ് നമ്മളെ ഗ്രൂപ്പുകളാക്കുമ്പോൾ ഗേൾസിൻ്റെ സിമിലാരിറ്റി എന്താണ്? ആ ഗ്രൂപ്പിലുള്ളവരെല്ലാവരും ഗേൾസ് ആണ്. അപ്പോൾ ആ ഗ്രൂപ്പിലുള്ളവരെല്ലാവരും ഗേൾസ് ആയിരിക്കണം. ഒരു ബോയ് ഉണ്ടെങ്കിൽ അവിടെ ഹോമോജീനിറ്റി ഉണ്ടാകുമോ? ഇല്ല. അടുത്തത് സ്യൂട്ടബിലിറ്റി. ഇറ്റ് ഷുഡ് ബി സ്യൂട്ടബിൾ ടു ദ പർപ്പസ് ഓർ ഒബ്ജക്റ്റീവ് ഓഫ് ദ സ്റ്റഡി. നമ്മുടെ സബ്ജക്റ്റീവായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. അപ്പോൾ ആ സബ്ജക്റ്റുമായിട്ട് എന്തെങ്കിലും റിലേഷനുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള തരംതിരിവായിരിക്കണം നടത്തേണ്ടത്. അടുത്ത സ്റ്റെബിലിറ്റി. ഇറ്റ് ഷുഡ് ബി സ്റ്റേബിൾ ടു മേക്ക് കമ്പാരിസൺ ഈസിയർ. നമ്മൾ ക്ലാസിഫൈ ചെയ്യേണ്ട മെയിൻ എയിം എന്ന് പറയുന്നത് എന്താണ്? കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പോൾ അവിടെ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം, എങ്കിലേ നമുക്ക് കമ്പാരിസൺ പറ്റത്തുള്ളൂ. 60 സ്റ്റുഡൻസ് ഉണ്ട്. 60 സ്റ്റുഡൻസിനെ നമ്മൾ 40 ബോയ്സ് ഉണ്ട്, 20 ഗേൾസ് ഉണ്ട്. അപ്പോൾ ബോയ്സ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. നമ്മൾ കമ്പയർ ചെയ്തു. പെട്ടെന്ന് വീണ്ടും ആഡ് ചെയ്യുകയും കുറയ്ക്കുകയും കൂട്ടുകയും ആൾക്കാരെ മാറ്റുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ എന്തെങ്കിലും സ്റ്റെബിലിറ്റി ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ 40 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, അതിനകത്തുനിന്ന് 15 പേരെ നമുക്ക് അപ്പോൾ നമ്മൾ അതിനകത്തുനിന്ന് 25 ബോയ്സിനെ അങ്ങ് മാറ്റി. അപ്പോൾ സ്റ്റെബിലിറ്റി നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഗേൾസ് ആണ് കൂടുതൽ, ബോയ്സ് ആണ് കൂടുതൽ എന്ന് പറയാൻ പറ്റത്തില്ല. ഓരോ തവണ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിലേ നമുക്ക് കമ്പാരിസൺ പോസിബിൾ ആകുള്ളൂ. അടുത്തതോ ആക്യുറസി. എ ഗുഡ് ക്ലാസിഫിക്കേഷൻ മസ്റ്റ് ബി ഡൺ വിത്ത് ഗ്രേറ്റ് കെയർ ആൻഡ് ആക്യുറസി. കൃത്യതയോടുകൂടി വേണം. അടുത്തോ ക്ലാരിറ്റി. ഇറ്റ് പ്രസന്റ് ഡേറ്റ ഇൻ സിമ്പിൾ ആൻഡ് ക്ലിയർ ഫോം. ക്ലിയർ ആയിട്ട് വേണം ചെയ്യാൻ. അടുത്ത എന്താണ് പറയുന്നത്? അടുത്ത കണ്ടൻസേഷൻ. അത് പറയുന്നത് എന്താ? ഇറ്റ് ഹെൽപ്സ് ഇൻ ഷോർട്ടനിങ് ദ ഹ്യൂജ് മാസ് ഓഫ് ഡേറ്റ. ഒരുപാട് ഡേറ്റാസ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അതിനെ ക്ലാസിഫൈ ചെയ്ത് പല പല ഗ്രൂപ്പുകളാക്കുമ്പോഴത്തേന് ജസ്റ്റ് ഒരു ടേബിളിൽ കാണുന്ന ഡേറ്റാസ് മാത്രമായിട്ട് എന്ത് ചെയ്യപ്പെടുന്നു? നമ്മുടെ മുമ്പിൽ ചുരുങ്ങുന്നു. അങ്ങനെ ചെറുതായത് മാറുന്നു. വലിയൊരു ഡേറ്റ ഷോർട്ട് ആക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. പ്രസന്റേഷൻ ആൻഡ് അനാലിസിസ് ഓഫ് ഡേറ്റ. ക്ലാസിഫിക്കേഷൻ ഇസ് എസെൻഷ്യൽ ഫോർ ദ പ്രസന്റേഷൻ ഓഫ് ഡേറ്റ ആൻഡ് ഫോർ ആപ്ലിക്കേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് അനാലിസിസ്. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട ഈ കാര്യം ഒന്നാമത് പറഞ്ഞൊരു കണ്ടൻസേഷൻ, അതായത് വലിയൊരു മാസ് ഓഫ് ഡേറ്റയെ നമുക്ക് ഷോർട്ട് ആക്കാൻ പറ്റുന്നു. അതേപോലെ അങ്ങനെ ഡേറ്റാസിനെ ഈസി ആയിട്ട് അനലൈസ് ചെയ്യാനും ഈ ക്ലാസിഫിക്കേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഇതൊക്കെയാണ് ഫീച്ചേഴ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ. അടുത്ത ഒബ്ജക്റ്റീവ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഇത് രണ്ടും ചോദിച്ചാലും നമ്മൾ എന്താ സെയിം ആൻസർ തന്നെയാണ് എഴുതുന്നത്. ഓക്കെ, ഒന്നാമത് എന്താ പറയുന്നത്? ടു കണ്ടൻസ് ദ ഡേറ്റ ആൻഡ് ടു മേക്ക് ദ ഡേറ്റ സിമ്പിൾ. നേരത്തെ നമ്മൾ പറഞ്ഞാണല്ലോ ഒരു മാസ് ഓഫ് ഡേറ്റയെ സിമ്പിളാക്കി ഷോർട്ട് ആക്കാനായിട്ട് പറ്റുന്നു. അതുവഴി നമുക്ക് പെട്ടെന്നായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നു. സെക്കൻഡ് ഒബ്ജക്റ്റീവ് ടു ഫെസിലിറ്റേറ്റ് കമ്പാരിസൺ. നമ്മൾ ടേബിളായിട്ടോ ക്ലാസിഫൈ ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് എന്ത് സാധിക്കും? ഈസിയായി കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് ടു ക്ലാരിഫൈ സിമിലാരിറ്റീസ് ആൻഡ് ഡിസിമിലാരിറ്റീസ്. ഓരോ ഗ്രൂപ്പും സിമിലർ ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ആയിരിക്കും. അതിനർത്ഥം എന്താ? 2 ഗ്രൂപ്പ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് ആയിരിക്കും. അങ്ങനെയുള്ള ഡിസിമിലാരിറ്റീസിനെയും ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നു. ടു സേവ് എ ലോട്ട് ഓഫ് ടൈം, സ്പേസ് ആൻഡ് എനർജി. പെട്ടെന്ന് ക്ലാസിഫൈ ചെയ്ത ഒരു ഡേറ്റയെ നമ്മൾ അനലൈസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ടൈം ഒരുപാട് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ടു പ്രസന്റ് ദ കോംപ്ലക്സ് ഡേറ്റ ഇൻ എ കൺസൈസ്, ലോജിക്കൽ ആൻഡ് അൺസ്റ്റാൻഡബിൾ മാനർ. അതായത് നല്ല രീതിയിൽ ഒരു കോംപ്ലക്സ് ഡേറ്റയെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പ്രിസൈസ് ആയിട്ട് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അത് കാരണം നമ്മൾ പറഞ്ഞു ഒരു മാസ് ഓഫ് ഡേറ്റയെ ഷോർട്ടൺ ചെയ്യുന്നുണ്ട്. അടുത്ത ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു എലിസേറ്റ് ദ ഇൻഫർമേഷൻ ക്ലിയർലി. അതായത് ചെറിയൊരു ഇൻഫർമേഷനെ അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഇൻഫർമേഷനെ നല്ല രീതിയിൽ വിശദീകരിക്കാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നു. 7th പോയിന്റ് എന്ന് പറയുന്നത് ടു പ്രിപ്പയർ ദ ബേസ് ഓഫ് ടാബുലേഷൻ. നമ്മളെ ടേബിൾ ആക്കി മാറ്റുന്നതിനെ നമ്മളെ ആദ്യം ഹെൽപ്പ് ചെയ്യുന്ന, ആദ്യമേ നമ്മളിങ്ങനെ തരം തിരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ടേബിളിലേക്ക് ഇതിനെ മാറ്റുന്നത്. ടു റിമൂവ് ഇറലവൻറ്റ് ഡീറ്റെയിൽസ് ഫ്രം ദ ഡേറ്റ കളക്റ്റഡ്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ക്ലാസിഫൈ ചെയ്യാൻ എടുത്തിട്ട് അല്ലാത്തതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ടു എനേബിൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഓഫ് ദ ഡേറ്റ കളക്ട് ചെയ്ത ഡേറ്റയെ സ്റ്റാറ്റിസ്റ്റിക്കലി അനലൈസ് ചെയ്യാനായിട്ട് ക്ലാസിഫിക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നു.
ടു മേക്ക് പോസിബിൾ ദ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡേറ്റ. ഡേറ്റ അനലൈസ് ചെയ്യാനും ഇന്റർപ്രിറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ. ഇനി 4 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്, മെത്തേഡ്സ് ആണ് നമുക്ക് ഉള്ളത്. ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ 4 എണ്ണമാണ്. ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ, ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ഇതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇതൊക്കെ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല, ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ. ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ചാൽ ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസ് ഓഫ് പ്ലേസ് ഈസ് കോൾഡ് ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ. അതായത് ഡിസ്ട്രിക്റ്റ്, ടൗണ്, വില്ലേജ്, സോണ് ഇതിൻ്റെയൊക്കെ ബേസിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതെങ്കിൽ, ജിയോഗ്രഫിക്കൽ ഏരിയാസിൻ്റെ, പ്ലേസിൻ്റെ, സ്റ്റേറ്റിൻ്റെ ഒക്കെ ബേസിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നമ്പർ ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഇൻ ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ഓഫ് സൗത്ത് ഇന്ത്യ ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ്. അപ്പോൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, സൗത്ത് ഇന്ത്യയിലുള്ള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ ക്ലാസിഫൈ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞ അതിൻ്റെ ഏരിയ വെച്ചിട്ടാണ് അല്ലേ, സ്റ്റേറ്റുമായിട്ടാണ് കേരള, തമിഴ്നാടു, കർണാടക, ആന്ധ്രാപ്രദേശ് എന്ന് പറഞ്ഞ സൗത്ത് ഇന്ത്യയിലെ സ്റ്റേറ്റ്സിനെ കൊടുക്കുന്നു, നമ്പർ ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ കൊടുക്കുന്നു. അപ്പോൾ ജിയോഗ്രഫിക്കൽ ഏരിയയുടെ ബേസിലാണ്, ഇവിടെ എന്താ സ്റ്റേറ്റിന്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അടുത്ത ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ക്രോണോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലത്തിന്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ടൈം പീരീഡ്. ടൈം ഓർ പീരീഡ് ഈസ് കോൾഡ് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ചാൽ കാലത്തിന്റെ, സമയത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതിനെ. അതിന് ഇയർ, മന്ത്, ഡേ, വീക്ക് ഇതിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണത് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. Population of India from 1947 to 2017 is classified as follows. Year and population in crores. ഓക്കെ, ഓരോ ഇയറിൽ അവിടെ നിങ്ങൾക്ക് ഈ ടേബിളിൽ കാണാൻ സാധിക്കും. അടുത്ത ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇത് നിങ്ങൾ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് നേരത്തെ പഠിച്ചിട്ടുള്ളതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ദ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ പ്രസൻസ് ആൻഡ് ആബ്സെൻസ് ഓഫ് ആൻ ആട്രിബ്യൂട്ട് ഈസ് നോൺ ആസ് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ഒരു ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ആട്രിബ്യൂട്ട്സ്. അതായത് ക്വാളിറ്റേറ്റീവ്ലി മെഷർ ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു ക്വാളിറ്റിയുടെ ബേസിൽ, ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ആരുടെയെങ്കിലും പ്രസൻസ് അല്ലെങ്കിൽ എന്തിൻ്റെയെങ്കിലും ആബ്സെൻസ്. ഓക്കെ, ഇപ്പോൾ ലിറ്ററേറ്റ് ആയിട്ടുള്ള ലിറ്ററസിയുടെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്യുന്നതെങ്കിൽ ലിറ്ററേറ്റ് ആൻഡ് ഇല്ലിറ്ററേറ്റ്, അതൊരു ക്ലാസിഫിക്കേഷനാണ് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ജെൻഡറിൻ്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്യുന്നതെങ്കിൽ ഗേൾസ് ആൻഡ് ബോയ്സ്, അല്ലെങ്കിൽ മെയിൽ ആൻഡ് ഫീമെയിൽ എന്ന് പറഞ്ഞ് നമ്മൾ ക്ലാസിഫൈ ചെയ്യും. അതുപോലെയുള്ള എന്തെങ്കിലും ക്വാളിറ്റിയുടെ ബേസിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതെങ്കിൽ അതാണ് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. അതിനെ രണ്ട് മെത്തേഡ്സ് അതിലുണ്ട്. ടു ഫോൾഡ് ഓർ ഡൈക്കോട്ടമസ് ക്ലാസിഫിക്കേഷൻ, അല്ലെങ്കിൽ അടുത്ത എന്താ മാനുഫോൾഡ് ക്ലാസിഫിക്കേഷൻ. ഇപ്പോൾ ടു ഫോൾഡ് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ടു ഫോൾഡ് classification. അപ്പോൾ പറയുന്നത് only one attribute is taken into consideration. For example, literacy as an attribute can be classified into literacy and illiterate. ഡൈക്കോട്ടമി മീൻസ് കട്ടിങ് ഇൻ ടു ടു. ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ, ഒരു ക്വാളിറ്റിയെ നമ്മൾ എടുക്കുക, ലിറ്ററസി എന്നുള്ള ഐഡിയ എടുക്കുന്നു. ആ ഐഡിയയെ നമ്മൾ രണ്ടായിട്ട് എന്ത് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു അല്ലേ. എന്താണ് ലിറ്ററേറ്റ്, ഇല്ലിറ്ററേറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളതിനെയാണെന്ത് ടു ഫോൾഡ് ക്ലാസിഫിക്കേഷൻ. ഒരേ ഒരു ആട്രിബ്യൂട്ട് അതിനെ നമുക്ക് രണ്ടായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് രണ്ടിനെയും കൂടെ രണ്ട് പീസായിട്ട് കട്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ആട്രിബ്യൂട്ട്സ് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത മാനിഫോൾഡ് ക്ലാസിഫിക്കേഷൻ. മാനിഫോൾഡ് ഓർ മൾട്ടിപ്പിൾ ക്ലാസിഫിക്കേഷൻ മീൻസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ദി ഡേറ്റ ഓൺ ദ ബേസിസ് ഓഫ് മോർ ദാൻ വൺ ആട്രിബ്യൂട്ട്സ്. മോർ ദാൻ വൺ ആട്രിബ്യൂട്ട്സിൻ്റെ ബേസിലാണ്. അതായത് പോപ്പുലേഷൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു മെയിൽ ആൻഡ് ഫീമെയിൽ. ഇവിടെ നമ്മൾ ജെൻഡറിൻ്റെ ബേസിലാണ്. അപ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു, മെയിൽ ആൻഡ് ഫീമെയിൽ രണ്ടെണ്ണമായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യുന്നു. രണ്ട് മൾട്ടിപ്പിൾ ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. മറ്റേതിനകത്ത് എന്താണ് ലിറ്ററസി ഉള്ളത്, ലിറ്ററസി ഇല്ലാത്തത് എന്നാണ് പറയുന്നത് അല്ലേ. അല്ല ഫീമെയിലാണ് അല്ലെ ഫീമെയിൽ അല്ലാത്തതെന്നായിരുന്നെങ്കിൽ അത് സെയിം ആയി പോയേനെ. പക്ഷെ ഇവിടെ അങ്ങനെയാ അല്ല. ഓക്കെ, ഇനി അല്ലെങ്കിൽ മെയിൽ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു എംപ്ലോയിഡ് ആൻഡ് അൺഎംപ്ലോയിഡ്.
Female can be classified into employed and unemployed. Again, employed and unemployed can be classified into married and unmarried. അങ്ങനെയുള്ളതിനെയാണെന്ത് അങ്ങനെയുള്ള ക്ലാസിഫിക്കേഷനാണ് മൾട്ടിപ്പിൾ ക്ലാസിഫിക്കേഷൻ. അതിനകത്ത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസിഫിക്കേഷൻസ് നടത്തുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ആണ്. അടുത്തത് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് മെഷറബിൾ ക്യാരക്ടറിസ്റ്റിക്സ്. അത് നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. മെഷറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് യൂണിറ്റ്സ് ആയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം. ഇൻകം, പ്രൈസ്, മാർക്ക്, ഏജ്, പ്രോഫിറ്റ്, സെയില്, ഇതൊക്കെ നമുക്ക് എന്തായിട്ട് ക്ലാസിഫൈ ചെയ്യാം, മെഷറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അല്ലേ. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നതിനെയാണ് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് അതിനൊരു ഇത് കൊടുത്തിട്ടുണ്ട്. യൂഷ്വലി ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ഈസ് മെയ്ഡ് ഇൻ ദ ഫോം ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസസ് ഓർ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അത് നമ്മൾ കൂടുതലായിട്ട് 3ാമത്തെ മൊഡ്യൂളിനകത്ത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനൊക്കെ പഠിക്കും. ഇനി ഇവിടെ ഒരു NP കൊടുത്തിട്ടുണ്ട്, എന്താ വേരിയബിൾസ് ആൻഡ് ആട്രിബ്യൂട്ട്സ് എന്താണ്. നമ്മൾ പറഞ്ഞു വേരിയബിൾ, ആട്രിബ്യൂട്ട് എന്നൊക്കെ നമ്മൾ കുറേ സ്ഥലങ്ങളിൽ പറഞ്ഞു. എന്താണ് വേരിയബിൾ എന്നും ആട്രിബ്യൂട്ട് എന്നും പറഞ്ഞാൽ, എ വേരിയബിൾ ഇസ് എ വാല്യൂ ദാറ്റ് ക്യാൻ ചേഞ്ച് ഡിപ്പെൻഡിങ് ഓൺ കണ്ടീഷൻസ് അണ്ടർ ഡിഫറെൻറ്റ് ടൈംസ് ആൻഡ് പ്ലേസ്. അതിനെയാണ് വേരിയബിൾ. അതായത് മാർക്ക്, സാലറി, ഇൻകം അതൊക്കെ എന്ത് ചെയ്യുന്നു, ടൈമിനനുസരിച്ച് മാറും. അതേപോലെ ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ, ക്വാളിറ്റീസ് ആണ്. ഓക്കെ, ജെൻഡർ, എഡ്യൂക്കേഷൻ, ലിറ്ററസി, ഇതിനെയൊക്കെയാണത് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസിഫിക്കേഷനെ പറ്റിയാണ് കൂടുതൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, എങ്കിലും ടെക്സ്റ്റ് ഉള്ളത് കൊണ്ട് ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. അപ്പോൾ ഇന്ന്